സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകർ, നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. மெய்யெடுத்து நான் போடும் கையெடுத்து அன்பே, உலகம் மொழியில் வரும் எல்லாமே நேரெடுத்து காதல் தான் கண்ணெடுத்து அன்பே. மயிலிரே மயிலிரே வருடுகிறாய் மெல்ல, மழை நிலவே மழை நிலவே விழியில் எல்லாம் ഇതിപ്പോൾ രാവിലെ അവ ഇറങ്ങിപ്പോയതാണല്ലോ. എങ്ങോട്ടാ പോയെന്നറിയത്തില്ല, ഇവിടെ നോക്കിയിട്ട് കാണാനുമില്ല. എന്നാലും അവ എവിടെ ആയിരിക്കും പോയത്? ഇനി ഇവിടെ എവിടെയെങ്കിലും കാണോ? ഓഫീസിൽ പോയി കാണോ? അവൻ ഓഫീസിൽ ഇപ്പോഴൊന്നും പോകുന്നതായിട്ട് ഇവിടെ ആരും പറഞ്ഞു കേട്ടില്ല. ഇന്നലെ തൊട്ട് അവൻ എന്നെ ഡൗട്ടാ. ഇനി വല്ല പണിയും കണ്ടുപിടിക്കാൻ പോയതാണോ എന്തോ. എന്നാ അവൻ എൻ്റെ ഇന്ന് തല്ലുകൊണ്ട് ചാവും. എന്നാലും നീ ഇവിടെ നിൽക്കുവായിരുന്നോ? രാവിലെ തൊട്ട് ഞാൻ നിന്നെ തിരക്കുക. നീ എന്തിനാ ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുന്നേ? അതെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, അവൻ നിന്നോട് മോശമായിട്ട് പെരുമാറിയൊന്നുമില്ലല്ലോ? എൻ്റെ വായിന്ന് വല്ലതും കേൾക്കല്ലേ? ഇന്നലെ ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് ഓൾറെഡി തന്നതാ. അവൻ എന്നോട് മോശമായിട്ട് പെരുമാറിയില്ലല്ലോ. അവൻ മിണ്ടാതെ കയറി കിടന്ന് ഉറങ്ങി, ഞാനും. പക്ഷെ അതല്ല, നേരം വെളുത്തപ്പോൾ തൊട്ട് അവനെ കാണാനില്ല. ഇന്നലെയോ അവൻ എന്തൊക്കെയോ ഞാൻ കിടന്നതിന് ശേഷവും നിന്ന് ചിന്തിക്കുന്നത് ഞാൻ കണ്ടതാ. അവൻ എന്തൊക്കെയോ ഡൗട്ടുണ്ട്, അത് ഉറപ്പാ. ഏത് നേരത്താണോ അവൻ്റെ ഒരു മോള്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാൻ അമ്മാതിരി ടെൻഷനിലാണ് നിൽക്കുന്നത്. എനിക്ക് ഞാൻ എന്തിനാണ് ഇവിടെ കയറിയത് അത് സാധിക്കാതെ എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. അത് തന്നെ എൻ്റെ പ്രശ്നമല്ല. അത് അവൻ കണ്ടുപിടിക്കുമെന്നും ആ പേടിയൊന്നുമല്ല. നിനക്ക് പേടിയൊന്നും ഇല്ലാന്ന് എനിക്കും അറിയാം. ഞാൻ അതല്ല ചോദിച്ചത്. ഒന്ന് ബലം പിടിച്ച് ഒരാളുടെ ബലം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ തീരാന്നുള്ളതേ ഉള്ളൂ എല്ലാം. അതുകൊണ്ട് പറഞ്ഞതാ. അല്ല, ഇതിന് പ്ലാൻ എന്താ? അവൻ ഇന്നോട്ട് ഓഫീസിൽ വരാനായിരുന്നത്. പക്ഷെ ഇന്ന് രാവിലെ താഴെ ദേവച്ചനോട് വന്ന് പറയുന്നുണ്ടായിരുന്നു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ, അവൻ എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്നൊക്കെ. മേ ബി എനിക്ക് തോന്നുന്നു ഇത് വല്ലതും ആയിരിക്കാം. ടെൻഷൻ അടിക്കാൻ പറഞ്ഞല്ല, മേ ബി എന്നാ ഞാൻ പറഞ്ഞത്. നമുക്ക് നോക്കാം. എൻ്റെ പൊന്നകി, എൻ്റെ പ്രശ്നം അതൊന്നും അല്ല. അവൻ കണ്ടുപിടിക്കുന്നതെന്ന് ഓർത്തല്ല എൻ്റെ ടെൻഷൻ. രാവിലെ സായി വക്കീൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ റിലീസിൻ്റെ കാര്യം ഏകദേശം ശരിയായിട്ടുണ്ട്. റാമേട്ടൻ എന്തായാലും ഇവിടെ നിന്ന് പോവും, ഉറപ്പാ. റാമേട്ടനെ വിളിച്ചിട്ട് സായി വക്കീൽ എന്നെ വിളിച്ചത്. ഞാൻ തന്നെ പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് റാമേട്ടനെ തന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. ഞാനിവിടെ കയറിയ ടൈമിൽ സായി വക്കീലിനോട് അത് പറഞ്ഞത്. കാരണം ഞാനിവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും കോൾ വിളിക്കുന്ന കാണണം. ഇത് കിച്ച് കോൾ വിളിക്കുന്ന ആന ചേനെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് പിന്നെ അത് മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അമ്മയുടെ റിലീസിൻ്റെ കാര്യം ഓൾമോസ്റ്റ് സെറ്റായി. അമ്മേനെ കൊണ്ടുവരാനാണ് മിക്കവാറും റാമേട്ടൻ ഇന്ന് പോകുന്നത്. അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തായിരുന്നു. അമ്മ എല്ലാം അറിഞ്ഞു. നീ അറിയാത്ത വേറൊരു കാര്യം കൂടെ എൻ്റെ ഇടയിലുണ്ടായി. കിച്ചുവിന് അമ്മയെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചപ്പോൾ ഞാൻ ജോണിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ്, ഞാൻ പറഞ്ഞില്ലേ ജോണിൻ്റെ അടുത്താണ് കിച്ചു. ജോണിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് കിച്ചുവിന് അവന്മാരെല്ലാം കൂടെ പോയിരുന്നു അമ്മയെ കാണാനായിട്ട്. കിച്ചു അപ്പോൾ അമ്മയോടെല്ലാം പറഞ്ഞു, എല്ലാം, റേപ്പ് തൊട്ട് അടി തൊട്ട് എല്ലാം. അമ്മ എന്നോട് രാവിലെ പറഞ്ഞത് അമ്മയുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇനി ഇന്ദ്രയുടെ കൂടെ കിച്ചുവിനെ ജീവിപ്പിക്കില്ലെന്നാ. ഞാനാണെങ്കിൽ അവന് വാക്കും കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് കയറിയിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു ഇഷ്യൂവും കൂടെ ആയതുണ്ടല്ലോ, പിന്നെ പറയണ്ട. അല്ലെങ്കിലേ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഈ വീട് മുഴുവൻ ശത്രുക്കളാണ്.
ആരാ നല്ലത് ആരാ ചീത്തയെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. എനിക്കറിഞ്ഞുകൂടാ. സാമാന്യല തെറ്റിയാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇന്ദിരയുടെ ഈ മിസ്സിങ്. 2 ദിവസത്തെ ലീവ്. അവന് മിണ്ടാതെ എവിടെ ഇരുന്നാൽ പോരെ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് അടിച്ചുകൊണ്ടെങ്കിൽ ഇരുന്നാലെന്താ? 2 ദിവസം കഴിയുമ്പോൾ കിച്ചു വരത്തില്ലേ? അല്ലെങ്കിൽ എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ അവനിവിടെ കൊണ്ടാക്കുമല്ലോ. അതിന് ശേഷം ആയിക്കൂടെ അവൻ്റെ ഈ കോലാഹലങ്ങളൊക്കെ? ഓ, എനിക്കറിഞ്ഞുകൂടാ. നീ ഒന്ന് സമാധാനപ്പെട്. ശരിയായിരിക്കാം, നീ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒറ്റയ്ക്കായിരുന്നു. അല്ല, നിന്റെ കൂടെ കിച്ചു ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. എനിക്കും എല്ലാം അറിയാമല്ലോ. ഇനി തൊട്ട് നീ എന്ത് ചെയ്താലും നിന്റെ കൂടെ ഞാനും കാണത്തില്ലേ. നീ ടെൻഷൻ ആവാതെ. ഒന്നുമില്ല, എല്ലാം ഓക്കെ ആവും. അല്ല, ഓക്കെ ആക്കാം. ആ, ഓക്കെ ആവണം. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോവും. അച്ഛനൊക്കെ ഒന്നും ആരാന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അമ്മ വന്ന് ഉള്ളതും കൂടെ കുളമാക്കും. പിന്നെ കിച്ചുവിന് ഒരിക്കലും ഇന്ദിരയെ കിട്ടത്തില്ല, അത് ഉറപ്പാണ്. കിച്ചു സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അമ്മ അത് നിർബന്ധിച്ച് തന്നെ കൊണ്ടുപോകും. അവൻ്റെ സന്തോഷം പോലും ചിലപ്പോൾ ആ സമയത്ത് അമ്മ നോക്കത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. അമ്മയ്ക്ക് ഒന്നാമത് വാശിയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അവൻ്റെ പിണക്കവും കരച്ചിലും ഒന്നും അമ്മ കാണത്തില്ല. എനിക്കറിഞ്ഞൂടാ. ഇന്ദിരയ്ക്ക് എന്തായാലും ഡൗട്ടുണ്ട്, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ കുത്തിപ്പിടിച്ചുകൊണ്ട് വരികയും ചെയ്യും. അത് ഞാൻ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യും. ഇന്നലെ ഞാൻ വേറൊരു സാധനത്തിന് അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, ആദമിൻ്റെ അടുത്തോട്ട്. അതിനി എന്തോ ആയോ എന്തോ. ശരിയേക്ക്, നമുക്ക് പിന്നോട് സംസാരിക്കാം. ഞാനേ കാശിയേട്ടനെ പോയി കണ്ടിട്ട് വരട്ടെ. അല്ല, എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അവൻ ഓടും. ഇന്ദിരയ്ക്ക് ഇനി അവൻ പറഞ്ഞ പോലെ നല്ല ഡൗട്ടാണോ? ഇനി ഏതാവും ഇതിനെ കുറിച്ച് വല്ലതും കണ്ടുപിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതായിരിക്കുമോ? ഇന്ദിരയുടെ സ്വഭാവം വെച്ച് അവൻ എന്തിനെങ്കിലും പറയാൻ പോയാൽ അത് നേടിയിട്ടേ തിരിച്ചു വരും. എന്നെന്ന് വെച്ചാൽ ഫോണിൽ വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. ഇച്ചേനെ നേരിട്ട് തന്നെ എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ? എന്താ കാര്യം? അതടാ, നമുക്ക് വൈകിട്ട് ഒരു സ്ഥലം വരെ പോകണം. ഇവിടെ നിന്ന് നമുക്ക് നേരെ ചെയ്ത് സംസാരിക്കാൻ പറ്റത്തില്ല മറ്റേ കാര്യത്തിനെ കുറിച്ച്. പിന്നെ പോരാഞ്ഞിട്ട് നമുക്കൊരാളെ കാണാനുണ്ട്. അപ്പനെ കൊന്നവനെ താമസിക്കാതെ ഞാൻ തട്ടും. അതെൻ്റെ അനിയനോട് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. പുറത്തു പോകണം, മറക്കരുത്. വൈകിട്ട് കേട്ടോ, റെഡിയായിട്ട് നിൽക്കണേ. ഞാൻ എന്തായാലും കോളേജിൽ പോയിട്ട് വരാം. റെഡിയായിട്ട് നിൽക്കണം, പറഞ്ഞില്ല എന്ന് വേണ്ട, കേട്ടല്ലോ? ഓ, അപ്പോൾ ആദമ് സക്രി ഞങ്ങളെ കൊന്ന ആളുടെ പിറയിലാണ്. ഞങ്ങളെപ്പോലെ തന്നെ. ഏതായാലും കൂടുതൽ നിന്ന് വിവരിക്കാൻ നിൽക്കണ്ട. കാശി എവിടെ? കിച്ചു ഇന്ന് കോളേജിൽ പോയില്ലേ? കാശി ഇന്ന് കോളേജിൽ പോകുന്നില്ല എന്നോ അങ്ങനെന്തോ എന്നോട് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയായിരുന്നു. പുറത്തെവിടെയും കാണും, ബാൽക്കണിയിലോ വേറെ ഏതെങ്കിലും റൂമിലോ കാണുമെന്ന് തോന്നുന്നു. എന്നാൽ ഞാൻ ഇറങ്ങുക കിച്ചു. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. ഇന്ന് ഞാൻ നല്ല ലേറ്റായിപ്പോയി. ശരി എന്നാൽ ആൽവി, ഞാൻ പറഞ്ഞു മറക്കണ്ട കേട്ടോ. വൈകിട്ട് എന്നാൽ ഇറങ്ങുവാണേ കിച്ചു. ശരി. അതാ എന്നാൽ ഈ കാശിയേട്ട ഇതെവിടെ പോയി? അതെ അച്ചു, കാശിയേട്ടനും ഇച്ചാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നോ? എന്ത് പ്രശ്നം? നിനക്ക് ചിലപ്പം തോന്നിയതായിരിക്കും. അല്ല, ഇതൊക്കെ ഞാൻ തന്നെ നിന്നോട് പറയുന്നേ. ഇവൻ അച്ഛന്നല്ലേ വിളിച്ചേ? അതെ, പേര് വിളിക്കുമ്പം നേരെ ചൊവ്വേ വിളിക്കണം. ഒന്നീ കാളിദാസ് കേട്ടാ, അല്ലെങ്കിൽ കിച്ചു. അല്ലാതെ എൻ്റെ ചേട്ടൻ്റെ പേര് വിളിക്കരുത്, കേട്ടല്ലോ? എൻ്റെ അച്ചു. എന്താടാ, എന്തുപറ്റി? ആദ്യമോ പോയോ? നീ കോളേജിൽ വരുന്നില്ലേ? ഒന്നുമില്ല ചേട്ടാ, എവനെ എൻ്റെ പേര് മാറിപ്പോയതാ. അച്ചു എന്ന് വിളിച്ച്, അത്രേ ഉള്ളൂ. ആദമ പോയി. ഞാനിന്നും പോണില്ല, എനിക്ക് തീരെ സുഖമില്ല. കാശിയേട്ടൻ പോണില്ല എന്ന് ആദമ പറഞ്ഞു. എന്തു പറ്റി? അതെ, എക്സ്ക്യൂസ് മീ, വെയിറ്റ്. ഈ ഡ്രാമ ഒന്ന് രണ്ടുപേരും നിർത്തൂ. കാശിയേട്ടൻ പോണില്ലാന്ന് ഇച്ചായം പറഞ്ഞ് ഏതായാലും അച്ചു അറിഞ്ഞ സ്ഥിതിക്ക് അച്ചുവിനെ ഞാൻ കിച്ചു എന്ന് വിളിക്കുന്ന മോശമല്ലേ അച്ചു? വേറൊന്നും കൊണ്ടല്ല, അച്ചുവിന്റെ പേര് അച്ചു എന്നായതുകൊണ്ട് ആളെ മാറ്റി പേര് വിളിച്ചു കഴിഞ്ഞാൽ അത് മോശമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിലും എനിക്ക് അച്ചുവിനെ കയറി കിച്ചു എന്ന് വിളിക്കേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. പിന്നെ ഇവിടെയുള്ള ബാക്കിയുള്ളവരെ നിനക്ക് മണ്ടനാക്കാൻ പറ്റുമായിരിക്കും.
ഒരു വർഷമെങ്കിൽ ഒരു വർഷം നിന്റെയൊക്കെ രണ്ടിനെയും കൂടെ ഞാൻ പഠിച്ചതല്ലേ, ശരിയാ? നിന്നെ എനിക്കറിയത്തില്ല. നിന്നെ ഞാൻ അധികം കണ്ടിട്ടുമില്ല കോളേജിൽ പഠിക്കുമ്പോൾ. പക്ഷേ അവനെ എനിക്കറിയാം, നിന്റെ അനിയനെ. അവന്റെ സ്വഭാവം, അവന്റെ സ്വഭാവ രീതികൾ എല്ലാം എനിക്ക് കാണാപ്പാടാവും. അതുകൊണ്ട് എന്നെ നീ കിച്ചുവാന്ന് പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കില്ലേ അച്ചു? ശരിയാ, ഇവിടെ വന്ന ആദ്യത്തെ ദിവസം ഞാൻ മണ്ടനായി. ഞാനും വിചാരിച്ചു നീ കിച്ചുവാന്ന്. അങ്ങനെ വിചാരിച്ചിട്ട് തന്നെയാ നിന്നെ കുറിച്ചുള്ള കുറ്റങ്ങൾ തന്നെ ഞാൻ പറഞ്ഞത്. പിന്നെ പതിയെ നിന്റെ സ്വഭാവ മാറ്റവും നീ ഇവിടെ നിന്ന് കാണിക്കുന്നതെല്ലാം ഞാനും നിരീക്ഷിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായി നീ കിച്ചു അല്ല അച്ചുവാണെന്ന്. കിച്ചുവിന് ക്ഷമയുടെ അങ്ങേയറ്റം വരെ പോകാൻ അറിയാം. പക്ഷെ നിനക്ക് കൺട്രോൾ പോയിട്ട് നീ ഇവിടെ കിടന്ന് പൊടിച്ചു വരുന്നത് പല തവണ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കാശിയേട്ടൻ കാശി ഇത് എപ്പോഴാ അറിഞ്ഞെന്ന് എനിക്ക് അറിയത്തില്ല. മേ ബി ഈ റീസെന്റ് ആയിട്ട് അറിഞ്ഞ് കാണത്തുള്ളൂ. കാരണം ഞാൻ കണ്ടപ്പോഴൊക്കെ കാശിയും ഇവനെ കിച്ചു എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇത് ആൽവിനെ വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കരുത്. ഇത് കിച്ചു ആണെന്ന് തന്നെ ഇരിക്കട്ടെ, നിനക്കെന്താ? ഏതായാലും എന്റെ അനിയന്മാരത് എന്ത് തീരുമാനം എടുത്താലും അതിന് എന്തിനു വേണമെങ്കിലും നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ. ആ ഉറപ്പ് എനിക്കുണ്ട്. അല്ലാണ്ട് ഇവിടെയുള്ള ബാക്കിയുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. മനസ്സിലായോ? ഇതിനെക്കുറിച്ച് ഒരു സംസാരം ആൽവിനും നമ്മളും തമ്മിൽ ഉണ്ടാവാൻ പാടില്ല. ആൽവിൻ പോവാൻ നോക്ക്. അങ്ങനെ പറഞ്ഞു വിടല്ലേ കാശിയേട്ടാ, സംസാരിക്കട്ടെ. അതെ, ഞാൻ അച്ചു തന്നെയാ. നിനക്ക് തുടക്കം തൊട്ടേ മനസ്സിലായെങ്കിൽ പിന്നെ എന്തിനാ നീ ഇങ്ങനെ മിണ്ടാതെ നിന്നേ? പ്രതികരിക്കാൻ പാടില്ലായിരുന്നോ? അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പാടില്ലായിരുന്നോ? എന്താ അത് ചെയ്യാത്തേ? എടാ പൊന്നു മോനെ, നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. ഒന്നും കാണാതെ നീ മിണ്ടായിരിക്കില്ല എന്ന് വേറെ ആരെക്കാളും എനിക്ക് നന്നായിട്ടറിയാം. എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? കിച്ചുവിന്റെ നാശോ അതോ വേറെന്തെങ്കിലുമോ? അതെ, ആയിരുന്നു. നിനക്ക് മനസ്സിലായില്ലേ? അപ്പൊ നല്ല കാര്യം മനസ്സിലാക്കിയത്. അതെ, 100% നീ പറഞ്ഞത് ശരിയാണ്. എന്റെ ഉദ്ദേശം, അതായത് ഇന്ദ്രേട്ടൻ കല്യാണം കഴിച്ചത് കാളിദാസനെയാണെന്ന് അറിഞ്ഞപ്പോ തന്നെ എന്റെ ഉദ്ദേശം അവന്റെ നാശം തന്നെയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാ കോഴ്സ് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഓടി ഇങ്ങ് വന്നത്. പക്ഷേ എന്തോ അവനോടുള്ള വൈരാഗ്യത്തെക്കാൾ വലുതാ എനിക്ക് എന്റെ ആദം ഇച്ചായൻ പറഞ്ഞ പിന്നെ അവനേന്നല്ല നിന്നെ പോലും ഞാൻ ഒന്നും ചെയ്യാൻ ശ്രമിക്കുകയില്ല. കാരണം ഇച്ചായന്റെ വാക്കിനപ്പുറം കുഞ്ഞിലെ തൊട്ടേ ഞാൻ പോയിട്ടില്ല. ഒരുപക്ഷെ വലിയ ഇച്ചായൻ ഞങ്ങളെ നോക്കാത്തോണ്ടായിരിക്കാം ഇച്ചായന എന്റെ എല്ലാം. ഇച്ചായൻ പറയുന്നത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. കിച്ചുവിന്റെ നാശവും എന്തൊക്കെയാണ് ഇവൻ പറയുന്നേ? ഇവനെന്തിനാ കിച്ചുവിനോട് ദേഷ്യം? എന്താ പ്രശ്നം? പ്രശ്നം ഫ്ലാഷ് ബാക്കായിട്ട് കാണിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് വേറെ ഒരുപാട് ഫ്ലാഷ് ബാക്കുകൾ വരാൻ ഉള്ളതുകൊണ്ട് പറഞ്ഞങ്ങ് പോവാം. വേറൊന്നുമല്ല, ഞാനും കിച്ചും കൂടി ജർമ്മനിയിൽ MBBS പഠിക്കാനായിട്ട് ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത സമയത്ത് എവനും ഉണ്ടായിരുന്നു കോളേജിൽ. എവന് കിച്ചുവിനോട് അഗാധമായ പ്രണയം, അല്ല കാമപ്രണയം. നീ നിൽക്കാന്നൊന്നും ഞാൻ നോക്കൂല ആൽവിനെ, നിന്റെ മുഖത്തോക്കി പറയും അതായിരുന്നു നിനക്ക്. അവനൊരു ചേട്ടനുണ്ടെന്നും സെയിം ക്ലാസ്സിലാണെന്നും ഇവനറിയാം. പക്ഷേ ആ ചേട്ടൻ ഞാനാണെന്ന് അവൻ അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ സെയിം മെത്തേഡാണെങ്കിലും വേറെ വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നല്ലോ. ഇവൻ അവിടെയാ തെറ്റിയത്. അവനാന്ന് പറഞ്ഞ് ഇവൻ വന്ന് എന്നെ പ്രപ്പോസൽ ചെയ്തിട്ട് ഞാനൊന്നും പറഞ്ഞില്ല കാശിയേട്ടാ. കാരണം അതെൻ്റെ കിച്ചുവിനോട് പറഞ്ഞതല്ലേ. അപ്പം കിച്ചു ആണല്ലോ ഡിസിഷൻ പറയേണ്ടത് എന്ന് വിചാരിച്ച് മിണ്ടാതെ നിന്നപ്പോൾ ഇവനോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിലും വേണ്ടൂല, വൺ ഡേ സ്റ്റാൻഡിനാണെങ്കിലും വന്നാൽ മതിയെന്ന്. അന്ന് ഞാൻ ഇവനെ പൊട്ടി അടിക്കും പോലെ അടിച്ചു. എൻ്റെ കിച്ചുവിനെ മുതലെടുക്കുന്ന ഞാൻ സഹിക്കുമോ കാശിയേട്ടാ? ഇല്ലല്ലോ. അന്ന് ഇവൻ കിച്ചുവിൻ്റെ മുമ്പ് കാണിച്ചൊരു പ്രഹസനമുണ്ട്, കരച്ചിൽ പിഴിച്ചിൽ. അന്നാ ഞാനും കിച്ചുവും തമ്മിൽ അടിയായതും അവൻ്റെ ഫ്രണ്ടിനെ ഞാൻ ഉപദ്രവിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവൻ എന്നോട് വേണമെങ്കിൽ അച്ഛൻ്റെ കൂടെ അന്ന് ഇവിടെ വന്നത്. അപ്പോഴും അവന് നീയായിരുന്നു വലുത്, അവൻ്റെ ഫ്രണ്ട്ഷിപ്പ്. ഞാൻ എത്ര പറഞ്ഞിട്ട് കേട്ടില്ല കാശിയേട്ടാന്ന്. ഞാനൊരു പ്രശ്നം ഉണ്ടായി അവൻ വീട്ടിൽ വന്നില്ലേ, MBBSൻ്റെ കോഴ്സ് നിർത്തി. അത് ഈ നാറി കാരണം. എന്നിട്ടിപ്പോൾ നീ നന്നായെന്ന് പറയുന്നത്, നന്നായാൽ നിനക്ക് കൊള്ളാം. നിൻ്റെ കാശിയേട്ടനല്ല ഉടയതമ്പുരാൻ വന്ന് പറഞ്ഞാലും അങ്കിത് റിവഞ്ചിന് ഇറങ്ങിക്കഴിഞ്ഞാൽ മോനെ നീ തീർന്നു. അതുകൊണ്ട് നീ എന്നെ ഇറക്കരുത്, അത് നീ ഓർത്തോ. ഞാൻ നിർത്തി, ഞാൻ കളിക്കുമായിരുന്നു. അത് നിന്നെ പേടിച്ചിട്ടല്ല. പക്ഷെ ഇപ്പോ
ആദമിച്ചാൻ പറഞ്ഞു വേണ്ട. എനിവേ അത് വിടും, അത് വർഷങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞതാ. അതവിടെ തന്നെ കളയുകയും ചെയ്തു. കാശി, നീയും ഇച്ചാനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറൊന്നുമില്ല, ഇച്ചാനെന്തോ ഒട്ടും ഓക്കെ അല്ലാത്തതായിട്ട് എനിക്ക് തോന്നി. എനിവേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ നോക്കും. അത് വേറൊന്നുമല്ല കാശി, ഇച്ചാനൊരു സ്വഭാവം വെച്ച് ഇച്ചാൻ വെറുത്തതാ. കളഞ്ഞതിനെ ഒന്നും തിരിച്ചെടുക്കാറുമില്ല. അതുകൊണ്ട് അധികം ഈ പിണക്കം വെച്ച് നീട്ടണ്ട. പിന്നെ അച്ചു, എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ലടോ. ഞാനും ഇച്ചാനും ഇപ്പോൾ ഞങ്ങളുടെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റില്ല. ഐ മീൻ വർഷങ്ങളായിട്ട് ഞങ്ങൾ തേടിക്കൊണ്ടിരുന്ന ഒരാളെ കിട്ടിയിരിക്കുക. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ബിസി ടൈമായത്. പക്ഷെ കാശി, ഇച്ചാനെന്നും നീയാ ഇമ്പോർട്ടൻറ്റ്. അത് നീ മറക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സംസാരിച്ച് തീർക്കണം. അപ്പം ശരി, എന്നാ നടക്കട്ടെ, ഞാനെന്നാ പോവാം. പിന്നെ അവൻ പറഞ്ഞാലേ നമുക്കറിയാവൂ. നീ പോടാ. കാശേട്ടാ, എന്തായി? ഇന്നലെ ആദമിനോട് സംസാരിച്ചായിരുന്നോ? വേറെ ഇഷ്യൂ ഒന്നുമില്ലല്ലോ? ഇഷ്യൂ ഇല്ലെന്നോ? ഡിവോഴ്സ് പേപ്പർ വെച്ച് നീട്ടി, നിനക്കറിയോ? എല്ലാം എൻ്റെ തെറ്റാ. നിന്നോട് പോലും ഞാൻ ഒന്നും പറഞ്ഞില്ല. എല്ലാം പറയണമായിരുന്നു. ഇത് നേരത്താണോ എനിക്ക് അങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നി അച്ചു? എടാ, അയാൾ അതിൽ ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട്. എന്നോട് സൈൻ ചെയ്യാനാ പറയുന്നത്. എന്നെ കൊണ്ട് പറ്റത്തില്ല അച്ചു. എനിക്ക് ആദ്യമില്ലാതെ പറ്റത്തില്ല. ഞാൻ സൈൻ ചെയ്യത്തുമില്ല. അല്ല, അവന്മാര് ഐ മീൻ അവന് നിങ്ങളുമായിട്ട് ആണോ അന്ന് കോളേജിൽ ഇഷ്യൂ ആയത്? അത് പണ്ട്. അത് വിട്. പാസ്റ്റ് ഈസ് പാസ്റ്റ്, നോ മോർ പാസ്റ്റ് എന്നുണ്ടേ. അത് ഞങ്ങൾ കളഞ്ഞു. അവനും സോറി പറഞ്ഞില്ലേ. ഇതിപ്പോൾ ഡിവോഴ്സ്. എൻ്റെ പൊന്നു കാഴ്ചയുടെ, നിങ്ങൾ നേരെ ചൊവ്വേ സംസാരിക്കാതെ ഞാൻ കയറി ഇടപെടുന്നത് ശരിയല്ല. എസ്പെഷ്യലി നിങ്ങളുടെ മാരീഡ് ലൈഫിനകത്ത്. കാഴ്ചയുടെ സംസാരിക്കുന്നതിന് മുമ്പേ അല്ലേ ആദ്യം ഡിവോഴ്സ് പേപ്പർ എടുത്ത് തന്നത്. ഇനിയും സമയമുണ്ട്. സംസാരിച്ച് കൺവിൻസ് ചെയ്തെടുക്കാൻ നോക്ക്. വല്ല ഫ്ലേട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്ക്. ചിലപ്പോൾ ഏക്കുമായിരിക്കും, മേ ബി, എനിക്കറിയത്തില്ല. ആദമിൻ്റെ ഒരു ടേസ്റ്റ് വെച്ച് ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാരൻ ഫ്ലാറ്റാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല. കാശേട്ടനൊന്ന് ചെയ്ത് നോക്ക്. ഞാൻ അതിനേക്കാളും വലിയ പ്രശ്നത്തിലാണ് കാശേട്ടാ. ഇന്നലെ ഇന്ദ്രയ്ക്ക് അടാറ് ഡൗട്ട് അടിച്ചേക്കാം ഞാൻ കിച്ചു വാങ്ങുന്നു. കാശേട്ടനറിയാലോ, ഞാനും അവനും തമ്മിലുള്ള ആകെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന ആ മോളാണ്. അതാണെങ്കിൽ ഇന്ദ്രയ്ക്ക് അറിയുകയും ചെയ്യായിരുന്നു. ആ പൊട്ടൻ അത് എന്നോട് പറഞ്ഞതുമില്ല. ഇന്നലെ ആണെങ്കിൽ കിസ് ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്കും അതവൻ കണ്ടുപിടിച്ചു. അതിനുശേഷം അവന് മൊത്തത്തിൽ ഡൗട്ടാണ്. നേരം വെളുത്തിട്ട് ഇത്ര നേരമായിട്ട് കാണാനുമില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ മിക്കവാറും അതിൻ്റെ പിറകെയായിരിക്കും. കാശേട്ടനും ആദമും തമ്മിലുള്ള പ്രശ്നം കാശേട്ടൻ തന്നെ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തോണം. ഇനി എന്ന് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇടപെടാം. പോരെ? ഫ്ലേട്ടിങ്? എടാ, ആദ്യം ഇപ്പൊ പറഞ്ഞ നീ കേട്ടല്ലേ? അവന്റെ പപ്പയെ കൊന്നവരുടെ പിറകെ അവര്. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ചെന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പണിയാവത്തില്ലേ? ശരിയാ, ഞാൻ നാട്ടിൽ സമയത്ത് സംസാരിക്കാൻ പറ്റില്ല. അതിനു മുമ്പേ ആദ്യം ഡിവോഴ്സ് പേപ്പറൊക്കെ എടുത്ത് വെച്ച് തന്നത്. പക്ഷെ എന്നാലും എനിക്ക് അറിഞ്ഞൂടെ അച്ചു, എനിക്ക് ഒരു പിടിയില്ല. ഞാൻ എന്തെന്നും പറഞ്ഞു തുടങ്ങും? എടാ, നീ പോയി സംസാരിക്കേ. എൻ്റെ പൊന്ന് കാശേട്ടന് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടാണ് ആദ്യം ഇങ്ങനെ എതിർത്തിരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാമെന്നുണ്ട്. അവിടെ എനിക്ക് വോയിസ് ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒന്നും മിണ്ടാതെ ഞാൻ തന്നെ ഡയറക്റ്റ് പോയി സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരാൾക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അവരുടെ പേഴ്സണൽ ലൈഫിൽ കയറി ഇടപെടുന്നത്. അതങ്ങനെ ആവും. അത് പിന്നും വീണ്ടും കാശേട്ടന് എന്നെ സീനാവും. വെറുതെ എന്തിനാണ്? അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പറയുന്നത് സമാധാനത്തിൽ കേൾക്ക്. ആദ്യം കാശേട്ടൻ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കും ഡീറ്റെയിൽ ആയിട്ട്. അതിന് ശേഷം അവൻ കേട്ടില്ല എന്നുണ്ടെങ്കിൽ, ആദ്യം ഒന്നും ചെവി കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് ഐ വിൽ ബി ദെയർ ഫോർ യു. ഞാൻ എന്തായാലും കാണും കാശേട്ടന് വേണ്ടി. വാഗുകൊണ്ട് പറയുന്നത് മാത്രമല്ല കാശേട്ടൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, പ്രവൃത്തിയിലൂടെ കാണിക്കുന്നതും കൂടെയാണ്. അതുകൊണ്ട് ലവ് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് സിബ്ലിങ്സിനോടുള്ള സ്നേഹവും, അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്. അതൊന്നും ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാവത്തില്ല. അങ്ങനെ ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് കാശേട്ടൻ ആദ്യം സംസാരിച്ചതിന് ശേഷം കാശേട്ടനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. അതിന് ശേഷം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ സംസാരിക്കാം. അതിനെനിക്കൊരു കുഴപ്പമില്ല, ഒരു മടിയുമില്ല. ഓക്കെ, ശരി, ഞാൻ സംസാരിക്കാം.
ഉടഞ്ഞ് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. ആദ്യം എനിക്ക് സംസാരിക്കാൻ നിന്നൊന്നും തരത്തില്ല. ഫസ്റ്റ് നീ പറഞ്ഞ പോലെ വല്ല സെഡ്യൂസിങ് സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ എന്തെങ്കിലും കാണിക്കാം. എന്നിട്ട് ആ പിടിച്ച് നിർത്തിയിട്ട് ഞാൻ സംസാരിക്കാം. പോരെ? മേ ബി അത് മതിയായിരിക്കും. ആ പിന്നെ അഖിലല്ല കേട്ടോ അച്ഛനെ കൊന്നത്. അക്കൂട്ടത്തിൽ അഖിലില്ല. അന്ന് അഖിലും ആദമും അങ്ങോട്ട് പോയിട്ടില്ല ഇൻസിഡൻറ്റ് നടന്ന സ്ഥലത്തേക്ക്, ആസിയും. അതുകൊണ്ട് തന്നെ അവരെ മാറ്റി വെച്ചു. ഇനിയുള്ളത് വാസുദേവ് ശങ്കറും അർജുൻ വാസുദേവ് ശങ്കറും മാത്രമാണ്. നമുക്ക് നോക്കാം. അപ്പൊ കാര്യം എളുപ്പമായില്ലേ? ഈ അർജുൻ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ മറ്റേ അയാൾ എന്തായാലും വരും. വരാതിരിക്കാൻ യാതൊരു ചാൻസും ഇല്ല. മോൻ ഇവിടെ എത്തിയ സ്ഥിതിക്ക് അയാൾ ഇറങ്ങും. അപ്പൊ പിന്നെ നമ്മുടെ പണിയും ഏകദേശം എളുപ്പമായില്ലേ? പിന്നെ ആദം, എന്റെ ദൈവമേ. ഡോക്ടർ ജെറി സാമുവൽ, ഞാനിവിടെ വന്നിട്ട് ഏകദേശം 2 മണിക്കൂർ അടുപ്പിച്ച്. ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചിരുന്നത് ഡോക്ടർ സത്യം പറയുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയും എന്റെ ക്ഷമേനെ വെറുതെ ഡോക്ടർ പരീക്ഷിക്കരുത്. ഡോക്ടറായിട്ട് പറയുന്നോ അതോ ഞാനായിട്ട് ഡോക്ടറെ പറയിപ്പിക്കണം? ഡോക്ടർ ഈ പറഞ്ഞതെല്ലാം കള്ളമെന്ന് എനിക്കറിയാം. ഡോക്ടർ എന്നോട് സത്യം പറയാതെ എന്തായാലും ഇവിടെ നിന്ന് ഒരു പേഷ്യന്റിനെ നോക്കാനും പോകത്തുമില്ല, എഴുന്നേൽക്കത്തുമില്ല. അതുകൊണ്ട് ഡോക്ടർ മര്യാദയ്ക്ക് പറഞ്ഞോ സത്യത്തിൽ അന്ന് എന്താ നടന്നത്. എനിക്കൊരു കുത്ത് കിട്ടി, ഞാൻ അപ്പുറത്തെ ICUലായിരുന്നു, അതെനിക്കറിയാം. അതുകൊണ്ട് ഇവിടെ എന്താ നടന്നേന്നോ ഇവിടെ വല്ല ആൾമാറാട്ട കളി നടന്നോന്നോ അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഡോക്ടറിന്റെ ഇപ്പോഴത്തെ വെപ്രാളവും ടെൻഷനും കണ്ടാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ഡോക്ടർ മര്യാദയ്ക്ക് പറഞ്ഞ മര്യാദയ്ക്ക് ഞാൻ ഡോക്ടറെ അങ്ങ് വിടും. ഇല്ലാന്നുണ്ടെങ്കിൽ നോക്ക് ഇന്ദ്രജിത്ത്, നിങ്ങൾക്ക് വരുന്നവർക്കും പോകുന്നവർക്കും കയറി മെയ്യാനുള്ളതല്ല എന്റെ ഹോസ്പിറ്റൽ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വരുന്നവരും പോകുന്നവരും എല്ലാം ഇതേ ഭീഷണി തന്നെയാണ് എൻ്റെ അടുത്ത് മുഴക്കുന്നത്. അതിനൊക്കെ ചില സമയം വഴങ്ങി കൊടുത്തിട്ടുമുണ്ട്. അതിന്റെ കാര്യം എനിക്ക് എന്റെ മകൾ അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. അതും വെറും ഒരാളല്ല, അതൊരു വലിയ സാമ്രാജ്യമാണ് ഇന്ദ്രജിത്ത്. AK എന്ന കമ്പനി, അതിന്റെ മെയിൻ CEO ആണ് ഇവിടെ വന്നിരുന്നത്. വേറെ ഒന്നും എനിക്കറിയില്ല. അച്ചു കിച്ചു ആണെന്നും കിച്ചു അച്ചു ആണെന്നും കാളിദാസ് അങ്കിതാണെന്നും അങ്കിത് കാളിദാസ് ആണെന്നും പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു. അവന് ചില മാറ്റങ്ങൾ കാണുമെന്ന് പറഞ്ഞു. സത്യത്തിൽ അവന് അങ്ങനെ ഒരു മാറ്റവുമില്ല. ഇന്നും പണ്ട് നിങ്ങളെല്ലാം കണ്ടിരുന്ന ആള് തന്നെയാണ് കാളിദാസ്. ഇത് മാത്രമേ എനിക്കറിയാം. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ളത് കാളിദാസ് അല്ല, അവന്റെ സഹോദരനാണ്. ഇതും എനിക്കറിയാം. വേറൊന്നും എനിക്കറിയത്തുമില്ല. വേറൊന്നും എന്നോട് ചോദിക്കുകയും ചെയ്യരുത്. എനിക്ക് എന്റെ കുടുംബം വലുത്. എന്റെ കുടുംബത്തിന് വല്ലതും പറ്റിയാ അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങളുടെ കയ്യിൽ നിന്നായാലും അല്ലെങ്കിൽ AK കമ്പനിയുടെ കയ്യിൽ നിന്നായാലും. അതുകൊണ്ട് പ്ലീസ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. എന്നെ എന്റെ ഫാമിലിയെ നിങ്ങളായിട്ട് ദ്രോഹിക്കരുത്. നിങ്ങളായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചത് ഇനി അവരറിഞ്ഞ ചിലപ്പോ നാളെ ഞങ്ങൾ ജീവനോടെ പോലും കാണത്തില്ല. അപ്പൊ തനിക്ക് അറിയാം ചോദിക്കേണ്ട രീതി ചോദിച്ച പറയാനായിട്ട്. AK കമ്പനി, അവന്മാർക്ക് ഇനി എന്താ ഇവിടെ റോള്? എന്തായാലും അച്ചുവും കിച്ചുവും AK കമ്പനിയായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട്. ഞാൻ കാരണം ഇനി തന്റെ കുടുംബം AK കമ്പനിക്കാര് തുലയ്ക്കണ്ട. ഞാനായിട്ട് താരോടും പറയത്തില്ല, താനാ പറഞ്ഞത്. ഞാനായിട്ട് എന്നെ കണ്ടുപിടിച്ചേട്ടെന്ന് ഇരിക്കട്ടെ. പിന്നെ വീട്ടിലുള്ള അച്ചു, അവന്റെ പ്രഹസനമൊക്കെ കുറച്ചങ്ങ് ഒരുപാടായിരുന്നു. ഞാൻ അർഹിക്കുന്നതൊക്കെ തന്നെയാ, പക്ഷെ എന്നാലും ഒരു പരിധി കടന്ന ടൈമുണ്ട്. ഇനി ഇത് താൻ പറഞ്ഞതായിട്ട് അറിയത്തില്ല. ഇന്ന് രാത്രി അവൻ തന്നെ എന്നോട് പറയും അവൻ അച്ചു വന്ന്. അതിനുള്ളതൊക്കെ ഇന്ദ്രയ്ക്കറിയാം. താൻ നന്നായിട്ടിരിക്കും. ഡോക്ടറിന് പറ്റിയ ജോലിയാണല്ലോ ചെയ്യുന്നത്. ആരെങ്കിലും വന്ന് ഭീഷണിപ്പെടുത്തിയ കള്ളം പറയാൻ നടക്കുന്നു. നീ കാത്തിരുന്നു അച്ചു, കാത്തിരുന്നു. അഗിയേട്ടാ, നിങ്ങളിത് ആലോചിച്ചരച്ച് നിങ്ങൾക്ക് വട്ടായെന്നാ തോന്നേ. തമാശ കളിക്കല്ലേ. അവൻ പറഞ്ഞു പോലും അവൻ അച്ചുവല്ല കിച്ചുവല്ല അച്ചുവാണെന്ന്. നിങ്ങൾക്കിത് എന്തിൻ്റെ സൂക്കേടാ? 24 മണിക്കൂർ ഇത് തന്നെ. ഇത് മാത്രമുള്ള ചിന്ത. ഇപ്പോൾ കണ്ടുപിടിച്ചു അവൻ്റെ വാവണ്ടീനെ പറഞ്ഞു എന്നും പറഞ്ഞ് വന്നേക്കാം. എൻ്റെ പൊന്നഗിയേട്ടാ, വല്ല മെന്റലും വരും നിങ്ങൾക്ക്. ആടാ, നീ ഇത് വിശ്വസിക്കില്ലെന്നും നീ ഇങ്ങനെയൊക്കെ തന്നെ പറയുമെന്നും എനിക്ക് മുമ്പേ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാ മോനെ ഞാൻ തെളിവും കൊണ്ടുവന്നത് കേട്ടാ. എടാ,
അവൻ എന്നെ കിസ് ചെയ്തു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അങ്കിക്ക് എന്നോട് എന്തോ വേറൊരു ഇതാണെന്ന്. അവൻ എന്നെ ഇഷ്ടമാണെന്ന് പ്രപ്പോസലും ചെയ്തു. പിന്നെ എനിക്ക് തിരിച്ച് ഇഷ്ടക്കേടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓക്കെയും പറഞ്ഞു. ഇതിനേക്കാളും വലിയ തെളിവ് നിനക്ക് എന്താണ്? എന്റെ കിച്ചു എന്നെ കിസ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നിന്നോട് തുടക്കം തൊട്ടേ പറഞ്ഞതാ അത് അങ്കിത് തന്നെയാണ്. നീയാ വിശ്വസിക്കാതിരുന്നത്. ഇപ്പൊ ഏതായാലും നല്ല ഉറപ്പായിട്ടുണ്ട് അത് അവൻ തന്നെയാണ്. പിന്നെ അവൻ എന്തിനാ അവിടെ വന്നേന്നല്ലേ? ശിവപ്രസാദ് അങ്കിളുടെ മരണത്തെ കുറിച്ച് തിരക്കാനായിട്ട്. അതായത് നമ്മുടെ ഫാമിലിയിൽ തന്നെ ആരോ ആണ് ശിവപ്രസാദ് അങ്കിളിനെ കൊന്നേന്നും പറഞ്ഞാൽ അവന് ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അത് തിരക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടെ വന്ന് നിൽക്കുന്നത് കിച്ചു ആയിട്ട്. അതും കിച്ചുവിന്റെ അറിവോട് കൂടി. കാരണം അങ്കിള് മരിച്ചതിന് ശേഷം കിച്ചു അച്ചു അതിന്റെ പിറകെ തന്നെയായിരുന്നു. അതിനാ അവരവിടെ വന്ന് നിൽക്കുന്നത്. മനസ്സിലായോ? അന്നതിന് ശിവങ്കിള് മാത്രമല്ലല്ലോ, സക്രി അങ്കിള് ഒന്നല്ലേ മരിച്ചത്. സോറി അഗിയേട്ടാ. അഗിയേട്ടൻ ഇങ്ങനെ വന്ന് പറയുന്നതും പിന്നെ അവൻ അവിടെ കാണിച്ച അഭിനയം കണ്ട ആരാലും സംശയിക്കത്തില്ല. പിന്നെ അഗിയേട്ടൻ ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അഗിയേട്ടന് ഡൗട്ട് അടിച്ചു. ഇതിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എനിക്കെങ്ങനെ അറിയാനാ? ഞാൻ നിങ്ങളെന്തൊക്കെയോ പറഞ്ഞു, സോറി. എന്നാലും അതിന് ആരാന്നങ്ങനെ അറിഞ്ഞാൽ അച്ചു അവനെ ഒന്നും ചെയ്യാൻ മടിക്കത്തില്ലല്ലോ, അതാരായാലും. എന്റെ പൊന്നാസി, എന്റെ അഭിപ്രായത്തിൽ വെറുതെ വിടണ്ടെന്ന് തന്നെയാ. വിട്ടിട്ടെന്തിനാ? എത്ര പേരുടെ കണ്ണീര് അവര് കാരണം. അവർക്ക് 3 പേർക്ക് അച്ഛനില്ലാണ്ടായില്ലേ? ദേവമ്മ അങ്കിളുടെ മരണശേഷം എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ? അതുകൊണ്ട് അങ്ങനെ ഒരാൾ ഇല്ലാതിരിക്കുന്നതന്നെ നല്ലത്. അതിനോരായാലും എനിക്കറിയത്തില്ല. എന്തായാലും അവൻ എന്ത് ചെയ്താലും അവന്റെ കൂടെ ഞാനും കാണും ആസി, അത് ഉറപ്പാ. അവൻ ചെയ്യുന്ന ഒന്നും എന്തായാലും തിന്മയായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല, ഇനി തോന്നുമില്ല. കാരണം ഒന്നേ ഉള്ളൂ, എനിക്കവന് ഇഷ്ടമാണ്. അതവനെ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയ കാര്യമാണ്. പിന്നെ അവൻ്റെ ചീത്തവിളിയും ചാട്ടവും ഇതൊക്കെ കണ്ടപ്പോൾ പറയാൻ തോന്നിയില്ല. പക്ഷെ ഇനിയും പറഞ്ഞെനിക്ക് ശരിയാവത്തില്ല എന്ന് തോന്നിയിട്ട് ഞാനത് പറയുകയും ചെയ്തു. അതുകൊണ്ട് അവ ഇനി ഒരു കൊല ചെയ്താലും അച്ഛൻ്റെ കൂടെ ഞാൻ കാണും, അത് ഉറപ്പാ. അതൊക്കെ നല്ല തീരുമാനം തന്നെ എന്നും പറഞ്ഞ് പ്രേമത്തിൽ അന്ധനായി പോകരുതേറ്റ് ലാസ്റ്റ്. അങ്ങനെ നിങ്ങളുടെ മാവും പൂത്തു. അതവിടെ ഇരിക്കട്ടെ, ഹാപ്പി അല്ലേ? അപ്പോൾ ഈ ഇന്ദിരയ്ക്ക് അത് കിച്ചു ആണോ അച്ചുവാണോ എന്ന് ഡൗട്ടുണ്ടെന്ന് പറഞ്ഞ കാര്യം അത് സീനാവത്തില്ലേ? ഇപ്പൊ അതാ എന്റെയും പേടി. ഇന്ദിരയെ നിനക്കറിയാലോ, എങ്ങാനും അത് കിച്ചു അല്ല അച്ചു ആണെന്ന് കണ്ടുപിടിച്ച ഇനി അത് മതി. ആ ഒരു കടമ്പ മാത്രം ഒന്ന് തട്ടലും മുട്ടലും ഇല്ലാതെ രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി. വേറെ ഒന്നും എനിക്ക് പേടിയില്ല. എന്തായാലും വരനടുത്ത് വെച്ച് കാണാം. അല്ലാണ്ട് പിന്നെ എന്തു പറയാനാ? നോക്കാം എവിടം വരെ പോകുന്നും എന്താവും എന്നൊക്കെ. എന്നാ ശരിയടാ, ഞാൻ ഇറങ്ങുവാ. ഇനി നിന്നാൽ ശരിയാവത്തില്ല, ഇപ്പൊ തന്നെ ടൈം ഒരുപാടായി. എന്നാ ഞാൻ ഇറങ്ങുവാണേ. ശരി. ശരി എന്നാ വിട്ടോ. പിന്നെ അധികം ടെൻഷനൊന്നും അടിക്കണ്ട. എന്താവശ്യത്തിനാണെങ്കിലും ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ഫോൺ കോൾ മതി, ഓടിയെത്തും. ആരെയും നോക്കത്തില്ല കേട്ടല്ലോ. സമാധാനമായിട്ട് പോയിട്ടോ, എല്ലാം ശരിയാവും. ഇച്ചാനെന്താ ഇത് വരാത്ത? വൈകുന്നേരം കറക്റ്റ് ടൈമിന് കോഫി ഷോപ്പിൽ എത്തണമെന്ന് പറഞ്ഞിട്ട് ഇച്ചാനെ കാണാമല്ലോ. ഞാൻ പിന്നെ എന്തിനാ നേരത്തെ ഇവിടെ വന്നിരിക്കുന്നത്? എക്സ്ക്യൂസ് മീ, ടേബിൾ 6. ആൽവിൻ സക്രി ജോൺ അല്ലേ? സാറ് വന്നില്ലേ? അതെ, ആൽവിൻ സക്രി ജോണാ. സാറ് ഏത് സാറ്? ഇവിടെ ആരും വന്നില്ല. ആരാ? എന്താ വേണ്ടേ? ഓ സോറി, ഐ ഫോർഗെറ്റ് ഇറ്റ്. ആരോ മൂർത്തി. ഞാൻ ആദ്യം സാറിൻ്റെ സ്റ്റുഡൻ്റാണ്. സാറ് എന്നോടിന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞായിരുന്നു. കുറച്ച് ഇൻഫോർമേഷൻസ് കൊടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാ. ടേബിൾ 6 സാർ ബുക്ക് ചെയ്തേക്കുന്നത്, ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഇപ്പം എത്തുമെന്നാണ് പറഞ്ഞത്. സാറിൻ്റെ ബ്രദർ ആൽവിൻ സക്രി ജോൺ ഇവിടെ കാണുമെന്നും പറഞ്ഞു. ഒരു ഊഹത്തിലാണ് വന്ന് ചോദിച്ചത്. ആൽവിൻ തന്നെയാണല്ലോ. അത് മതി, രക്ഷപ്പെട്ടു. എന്നാ ഞാൻ ഇരിക്കട്ടെ. ആൽവിൻ തന്നെയാ. ഇരുന്നോ. അല്ല, സാറിന്റെ അല്ല ഇച്ചായന്റെ സ്റ്റുഡൻ്റാന്നല്ലേ പറഞ്ഞേ? അല്ല, സ്റ്റുഡന്റ് എന്ത് ഇൻഫർമേഷൻ ഇച്ചായന് കൊടുക്കാനാ? ഐ മീൻ
നിങ്ങൾ തമ്മിൽ എന്താണ് സംഭവം? ആ, അത് ആക്ച്വലി ഞാൻ പഠിക്കുന്നത് ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. സാറിൻ്റെ ക്ലാസ് സാറാണ്, ഐ മീൻ പ്രൊഫസർ. ബട്ട് എനിക്ക് കുറച്ച് താല്പര്യം ഹാക്കിംഗ്, ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ സൈഡായിട്ട് അത് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ സാറിനെ തുടക്കം തൊട്ടേ എൻ്റെ ഈ കഴിവുകളെക്കുറിച്ചും എൻ്റെ ഈ താല്പര്യത്തെക്കുറിച്ചും അറിയായിരുന്നു. അപ്പോൾ സാറിൻ്റെ ഫാദർ, അതായത് നിങ്ങളുടെ പപ്പ സക്രിയ ജോണിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഞാൻ ഏകദേശം ഡീറ്റെയിൽസും അതാരാന്നും ഓൾറെഡി സാറിനോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ ആളുമായിട്ടൊരു മീറ്റിംഗ് സെറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന്. ആളുടെ ഒരു ക്യാരക്ടർ വെച്ച് മില്യൺസ് ആൻഡ് മില്യൺസ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ കമിഴ്ന്നടിച്ച് വീഴും. അതിൻ്റെ ഒരു ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞതും സാറ് വന്നതും. അതിനു ആൽവിനോട് സാറ് എല്ലാം പറഞ്ഞു എന്നറിഞ്ഞു. ആദ്യം സാർ ഇതൊന്നും ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇന്നാ എന്നോട് പറഞ്ഞത്. എൻ്റെ ബ്രദറിനോട് ഞാനെല്ലാം പറഞ്ഞു, ആൻഡ് ഹി വിൽ ബി ദെയർ എന്ന്. എന്തായാലും ആൽവിൻ, നൈസ് ടു മീറ്റ് യു. താങ്ക് യു. ഇല്ല, ഈ ചയൻ ഇതുപോലെ പപ്പയെ കൊന്ന ആളുടെ പിറകെയാന്ന് എനിക്കറിയായിരുന്നു. ബട്ട് ആളെ കിട്ടിയെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ സൈഡിൽ കൂടെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നോ അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പുറമേ നോക്കുമ്പോൾ ഈ ചയൻ ഒരു മാന്യനാണ്. പോരാഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിന്റെ പിറകെ കിടന്ന് അലയാന്നൊന്നും കണ്ടാ പറയത്തില്ല. തന്നെ ഏൽപ്പിച്ചിട്ടാണ് ഇത്ര സമാധാനമായിട്ട് നടന്നതെന്ന് നോ ഐഡിയ, എനിക്കിതുവരെ അറിയത്തില്ലായിരുന്നു. ഏതായാലും ഈ ചൈന അയാളെ കണ്ടുപിടിച്ചല്ലോ, ഇബ്രാഹിമിനെ. അത് മതി എനിക്ക്. അതെനിക്ക് മാത്രമല്ല, ഈ ചൈന അധികം മതി. പപ്പ ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാം ആയിരുന്നല്ലോ. പപ്പ നഷ്ടപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ പലതിൻ്റെ വില മനസ്സിലാക്കിയത്, പലതിൻ്റെ. അതുകൊണ്ട് പപ്പ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഇമോഷണൽ അറ്റാച്ച് തന്നെയാണ്. അങ്ങനൊരു വ്യക്തിയെ കൊന്നൊരാളെ വെറുതെ വിടുന്നത് ശരിയല്ല. അതാ ഇച്ചായനും ഞാനും ഒരുമിച്ചിറങ്ങിയത്. ഇതിൻ്റെ പിറകെ ഇറങ്ങുന്ന ടൈമിൽ ഞാനിവിടെയൊന്നുമല്ല, പക്ഷേ ഇച്ചായൻ ഫോൺ വിളിച്ച് എന്നോട് പറഞ്ഞത്. ഞാനെന്ന് MBBS ജർമ്മനിയിൽ ഫസ്റ്റ് ഇയർ ചേർന്ന വർഷമാണ്. ഇച്ചായൻ എന്നോട് ഒരു കാര്യം പറഞ്ഞോളൂ, ആൽവിനെ, ഞാനിതുപോലെ കുറച്ച് കാര്യങ്ങൾ തിരക്ക് ഇറങ്ങാൻ പോവാ, നീ എൻ്റെ കൂടെ കാണുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓഫ് കോഴ്സ് ഇച്ചായ, ഞാനവിടെ കാണുമെന്ന്. ആ വാക്ക് ഞാൻ ഇതുവരെ തെറ്റിച്ചിട്ടില്ല. എൻ്റെ ഇച്ചായന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, എന്തും. അതിന് ഇബ്രാഹിമിനെ കൊല്ലാനാണെങ്കിൽ കൊല്ലാനായാലും. നോ, അത് ആൽവിൻ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സാറ് ഓൾറെഡി അതിൻ്റെ കരുക്കൾ നീക്കി കഴിഞ്ഞു. ആൻഡ് വൺ മോർ തിങ്, ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. തൻ്റെ ഫോണ് ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. താൻ നാട്ടിൽ ഒരാഴ്ച മുമ്പേ വന്നതും ഇബ്രാഹിമുമായിട്ട് മീറ്റ് ചെയ്തതും അതിനിടയിൽ സംസാരിച്ചതും എല്ലാം സാറിനോട് പറഞ്ഞു കൊടുത്ത ഞാനാ. താൻ ഇവിടെ എത്തിയെന്ന് സാറിന് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചതാ. സോറി, ബാക്കിയെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. സാറ് വന്നല്ലോ. നിങ്ങൾ നേരത്തെ എത്തിയോ? ഇരി. വെയിറ്റോ, 3 കോഫി. നീ എപ്പോഴാണ് എത്തിയേ? കോളേജിൽ നിന്ന് ഇറങ്ങാൻ താമസിച്ചടാ. കുറച്ച് പേപ്പേഴ്സിൻ്റെ ഷെഡ്യൂൾസൊക്കെ കറക്റ്റ് ചെയ്യണമായിരുന്നു. ആ പ്രിൻസിപ്പളാണെങ്കിൽ നിനക്കറിയാമല്ലോ, തോന്നുന്നതിനും പിടിക്കുന്നതിനും അങ്ങേരെ എന്നെ മാത്രം അവിടെ പിടിച്ചിരുത്തത്തുള്ളൂ. അങ്ങനെ ഇരുന്ന് കുറച്ച് ലാഗായതാ. അരവേ, എപ്പോൾ എത്തിയടാ? നീ ഇന്ന് ക്ലാസ്സിൽ കയറിയില്ലേ? എൻ്റെ പൊന്നു പ്രൊഫസറെ, ഇത് നിങ്ങൾ തന്നെ എന്നോട് ചോദിക്കണം. നിങ്ങളല്ലേ എന്നോട് പറഞ്ഞേ മറ്റേ ഇബ്രാഹിമിനെ സെറ്റ് ചെയ്യാനായിട്ട് ഫേക്ക് കമ്പനി ഉണ്ടാക്കി, കമ്പനി ഡീറ്റെയിൽസ് ഉണ്ടാക്കി, എന്തൊക്കെ സെറ്റ് ചെയ്തിട്ടാണെന്നറിയോ? അങ്ങേരുമായിട്ടുള്ള മീറ്റിംഗ് മറ്റന്നാളത്തേക്ക് റെഡിയാക്കിയത്. അങ്ങേർക്ക് പോരാഞ്ഞിട്ട് എന്തൊക്കെ ഡൗട്ടാണെന്നറിയോ? കമ്പനിയിലെ CEO ആരാ, കമ്പനിയിലെ PO ആരാ? എൻ്റെ പൊന്നോ, ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് അങ്ങേരെ ഒന്ന് ഒതുക്കി നിർത്തിയിരിക്കുന്നത്.
ഏതായാലും അങ്ങേര് ഡേറ്റിനൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്, അങ്ങേര് വരാനും പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ പ്രൊഫസർ പറഞ്ഞ പോലെ. എനിവേ പ്രൊഫസറിന്റെ അനിയനെ ഞാൻ പരിചയപ്പെട്ടു. അനിയൻ കുട്ടി പ്രൊഫസറിനെ സഹായിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ വമ്പ ഷോക്കിലായിരുന്നു. നീ എന്തിനാടാ ഷോക്കാവുന്നേ? എവൻ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമില്ല, എനിക്ക് അവനെ പഠിപ്പിക്കാനും താല്പര്യമില്ല. ഈ പട്ടീരെ വാല് പന്തീരാണ്ട് കാലം കുഴലിട്ട് വെച്ചാലും നിവരത്തില്ല എന്ന് പറയത്തില്ലേ, അതുപോലെ എവൻ്റെത്. എവൻ ഇംഗ്ലീഷൊന്നും ഒത്തു വരത്തില്ലടാ. എവൻ ഈ IT, ഹാക്കിംഗ്, ഇൻവെസ്റ്റിഗേഷൻ, ഒരു പോലീസൊക്കെ ആവേണ്ടായിരുന്നു. വീട്ടുകാരെ നിർബന്ധം കൊണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാൻ വന്നതാ. എവൻ ആരവമൂർത്തി, നീ പരിചയപ്പെട്ടാണല്ലോ, എൻ്റെ ഫേവറേറ്റ് സ്റ്റുഡൻറ്റ്. ഞാൻ എന്തിനു വിളിച്ചാലും ഓടി വരുന്ന എൻ്റെ ഒരേ ഒരു ശിഷ്യൻ. എനിവേ ലീവ് ഇറ്റ്. അപ്പോൾ അൽവിനെ പറഞ്ഞു കേട്ടല്ലോ, മറ്റന്നാളത്തേക്കാണ് എവ മീറ്റിംഗ് സെറ്റ് ചെയ്തേക്കുന്നത്. മറ്റന്നാൾ തീർക്കണം ഇബ്രാഹിമിനെ. ശത്രുതയെന്ന് പറയുന്നത് അത് എരന്ന് വാങ്ങുന്നവൻ ആവാനുള്ളവൻ തന്നെയാണ്. അവൻ ചാവും. ഇല്ലെങ്കിൽ ഇനി എങ്ങാനെ എൻ്റെ കൈ കൊണ്ട് അവൻ ചത്തില്ല എന്ന് വെച്ചോ, ദൈവം എന്നൊരാൾ മേളിലുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ഇനി എത്രയൊക്കെ കണ്ണുകൊണ്ട് കണ്ട കാര്യം നടന്നില്ലെന്ന് പറഞ്ഞാലും, ഇനി എത്രയൊക്കെ കള്ളങ്ങൾ കൊണ്ട് ചീട്ടുകൊട്ടാരം കെട്ടിയാലും, എല്ലാം കൂടെ ഇടിഞ്ഞ് തറയെ വീഴുമ്പോൾ ഒപ്പേറ്റ തള്ള പോലും ആ നായിൻ്റെ മക്കളെ കൂടെ കാണത്തില്ല. അത് കാലം തെളിയിച്ചു കൊടുക്കും. അന്ന് അവരെ ഓർത്ത് നമ്മൾ എത്രത്തോളം കരഞ്ഞിട്ടുണ്ടോ അതിൻ്റെ 10,000 മടങ്ങ് അവർ പട്ടിയെ പോലെ കരയും. അത് നമ്മൾ കാണുകയും ചെയ്യും. ഇത് വിധിയാണ്, ഇത് വിധി പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കായി ഒറ്റപ്പെട്ട് നശിച്ച് നാറാണക്കല്ലെടുക്കുന്നത് കാണുന്നത് പോലെ തന്നെയാണ് റിവെഞ്ച് എന്ന് പറയുന്നത്. ഇബ്രാഹിം എൻ്റെ മുമ്പിൽ വെറും ഒരു പുഴുവാണ്. അവ അനുഭവിക്കും, അല്ലെങ്കിൽ ഞാൻ അവനെ അനുഭവിപ്പിക്കും. അത് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവം എന്നൊരാളുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കുന്നത് പോരെ, എനിക്ക് ആയുസ് ഇട്ടേക്കും. എൻ്റെ പൊന്നിച്ചായ ഒന്ന് അടങ്ങ്. ഏതായാലും അത് ചെയ്തത് ഇബ്രാഹിമാന്ന് നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി സിമ്പിൾ അല്ലേ ചായ. ഇബ്രാഹിമിന്റെ കണ്ണിൽ നോക്കുമ്പോൾ ഞാൻ അവന്റെ കൂടെയാണ്. അവനെ ആ ഡീലിന് അവിടെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. അവൻ അവിടെ വരുമ്പോൾ അവന്റെ കൂടെ ഞാനും കാണും. പിന്നെ അവന്റെ മകള് ഫിദയും. അതിന് ആൽവിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചായ നോക്കിക്കോ, നമ്മളെ പപ്പയെ കൊന്നവനെ നമ്മളെ തന്നെ കൊല്ലും, ഒരു പോലീസിനും വിട്ടുകൊടുക്കാതെ. അത് ഉറപ്പം. കമ്പനിയുടെ CEO എന്ന പേരിൽ എൻ്റെ പേര് തന്നെ ഞാൻ വച്ചേക്കുന്നത്. അതാകുമ്പോൾ ഡൗട്ട് വരില്ല. അതന്നെ മതി. അതാകുമ്പം നിനക്ക് എന്നെ അവിടെ CEO ആയിട്ട് പ്രസന്റ് ചെയ്യാമല്ലോ. കൊല്ലുന്ന കാര്യം പിന്നോടല്ലേ. ആദ്യം അവൻ കോടികൾ കിട്ടുമെന്ന് പറഞ്ഞ് സുഖിക്കട്ടെ, എന്നിട്ട് മതി അവനെ ഇഞ്ചിഞ്ചായിട്ട് തീർക്കുന്നത്. ഞാനിന്ന് ഒട്ടും ഓക്കെ അല്ല, ആകെ ഫ്രസ്ട്രേറ്റഡാണ്, എക്സ്ഹോസ്റ്റഡാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ പോയി ഒന്ന് കിടക്കണം സമാധാനമായിട്ട്. ലൈഫിലെ തോറ്റു, ഇവിടെയെങ്കിലും ജയിക്കണം എനിക്ക്, ഇവിടെയെങ്കിലും. എന്നാ ആരവേ നീ വിട്ടോ, വീട്ടിൽ അപ്പനും അമ്മയും തിരക്കത്തില്ലേ, ചെല്ലാൻ നോക്ക്. ആൽവി കോഫി കംപ്ലീറ്റ് ചെയ്തിട്ട് വരാൻ നോക്ക്, നമുക്ക് നേരത്തെ വീട്ടിൽ പോകണം, നല്ല തലവേദന. തിരക്കും. ഞാൻ 5-6 ഡൗട്ടുണ്ട്. ആദം സാറിനെ കാണാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാ. വീട്ടിൽ പോയിട്ടല്ലേ ഇറങ്ങിയത്. ഈ ലാപ്പും ഫയലൊക്കെ വീട്ടിലല്ലേ ഇരുന്നത്. അതുകൊണ്ടാണ് വീട്ടിൽ പോയത്. ഇനിയിപ്പോൾ 5 മിനിറ്റ് താമസിച്ചാൽ പറയും ഞാൻ വേറെ എവിടെയെങ്കിലും ഹാക്ക് ചെയ്യാനും കമ്പ്യൂട്ടർ ഓടിക്കാനും പോയതാണ്. അല്ലെങ്കിൽ എന്നെ മുഴുവൻ ഡൗട്ട് അവർക്ക് എല്ലാവർക്കും. ഇതുകൂടെ മതി. എന്നാൽ ഞാൻ ഇറങ്ങാം. ആൽവിൻ ബൈ, കാണാട്ടോ. ശരി സാർ. അപ്പോൾ മറ്റന്നാൾ മറക്കണ്ട. സാർ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നോക്കിക്കോളാം. ശരി എന്നാ. ശരി. ഇച്ചായ, എനിക്ക് ഇച്ചായനോട് വേറൊരു കാര്യം പറയാനുണ്ട്. വീട്ടിലുള്ളത് കിച്ചു അല്ല, അച്ചുവാ. ഇത് ഞാൻ 2 ദിവസം കൊണ്ട് പറയണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അത് അവൻ്റെ വായന എന്നെ കേട്ടിട്ട് ഉറപ്പാക്കാമെന്ന് വിചാരിച്ചു. കിച്ചുവിനെ എനിക്കറിയാം ഇച്ചായ. അവനെ അച്ചുവിനേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. ഒരുപാട് ഞാനുമായിട്ട് സംസാരിച്ച് കൂട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ആർക്കും മാറിയാലും എനിക്ക് മാറത്തില്ല. അത് അച്ചുവാന്ന് എനിക്ക് തോന്നിയതാ. പിന്നെ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഡോക്ടർ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടുള്ളൊരു ഡൗട്ടായിരുന്നു. അത് ഏതായാലും അവൻ തന്നെ ഇന്ന് മാറ്റി തന്നു. അത് കാശിയേട്ടനും അറിയാം. അതാ ഞെട്ടിക്കുന്ന വേറൊരു കാര്യം. അവരുടെ പ്ലാൻ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഐ തിങ്ക് മേ ബി ദേ ആർ ഓൾസോ പ്ലാനിങ് സംതിങ് ബിഗ്. കാരണം വേറൊന്നുമല്ല,
ശിവാങ്കളും പപ്പയും മരിച്ചത് ഒരു ഡേറ്റാ. എനിക്ക് തോന്നുന്നു അവരും അതിന്റെ പിറകെയാണ്. അതിനു വേണ്ടിയിട്ടാ കിച്ചുവിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇപ്പൊ അച്ചുവിടെ കിച്ചുവായിട്ട് കയറി നിൽക്കുന്നത്. അതുപോട്ടെ, കാശിയേട്ടനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചായ? പറയത്തക്ക ഒരു പ്രശ്നമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാനും അവനും കൂടെ ഒന്ന് സോൾവ് ചെയ്യും. അത് ഓൾമോസ്റ്റ് തീർന്ന ചാപ്റ്ററാണ്, ക്ലോസ്ഡ് ചാപ്റ്റർ. അതവിടെ തീർന്നു. ഇനി അത് തുറക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഒന്നാമതാകെ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇനി ആ കോഫി കംപ്ലീറ്റ് ചെയ്തിട്ട് വരാൻ നോക്ക്, നമുക്ക് വീട്ടിൽ പോവാം. ഞാൻ ഒട്ടും ഓക്കെ അല്ല. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും കൂടെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോവും. ഞാൻ പിന്നെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നീ പെട്ടെന്ന് വാ, വീട്ടിൽ ചെന്ന് കിടന്നാൽ മതിയായിരുന്നു. ശരി ചായ.